Hi all, Kerala University of UGP സെമസ്റ്റർ 3 ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന TSSC പേപ്പറിലെ മൊഡ്യൂൾ 4 കോർ ടെക്സ്റ്റ് ആയിട്ടുള്ള ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേ, ഫ്രാൻസിസ് ബേക്കൻ്റെ ഓഫ് സ്റ്റഡീസ് എന്ന എസ്സേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എസ്സേ നോക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കണം. അദ്ദേഹം ഇംഗ്ലീഷ് ഫിലോസഫർ ആയിരുന്നു, സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു, സയൻറ്റിസ്റ്റ് ആയിരുന്നു, ജൂറിസ്റ്റ് ആയിരുന്നു. സോ അദ്ദേഹം സ്റ്റേറ്റ്സ്മാൻ എന്ന് പറയുമ്പോഴത്തേക്കും പൊളിറ്റിക്കലി ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ജൂറിയായിട്ട് ലോ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, സയൻറ്റിസ്റ്റും ആയിരുന്നു, അതോടൊപ്പം തന്നെ തത്വചിന്തകനുമായിരുന്നു. ലേറ്റ് റിനൈസൻസ് അഥവാ ഏർലി മോഡേൺ പീരീഡിൻ്റെ തുടക്ക കാലഘട്ടത്തിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ഹി വാസ് എ കീ പ്രൊജനിറ്റർ ഓഫ് എംപിരിസിസം ആൻഡ് സയൻറ്റിഫിക് മെത്തഡ്. ഏത് കാര്യങ്ങളും വസ്തുതാപരമായിട്ട് പഠിക്കണം, അതിനെയാണ് എംപിരിസിസം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു വക്താവായിരുന്നു അദ്ദേഹം. പിന്നെ ശാസ്ത്രീയ രീതിയിലുള്ള പഠനത്തിൻ്റെയും ഏറ്റവും വലിയൊരു പ്രൊപ്പഗേറ്ററായിരുന്നു അദ്ദേഹം. എസ്സേ, കഥകൾ, നാടകങ്ങളൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ പോലും എസ്സേ എന്ന് പറയുന്ന രീതിയിൽ ഉപന്യാസം എഴുതുന്നതിൻ്റെ ഒരു തുടക്കക്കാരൻ ആയിരുന്നു അദ്ദേഹം. 3 എഡിഷനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ എസ്സേസ് വരിക. 1597 10 എസ്സേകൾ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് 1612 ആയപ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് എസ്സേ കൂടി കയറ്റിയിട്ട് 38 എസ്സേസ് ആക്കി. പിന്നെ തേർഡ് ആൻഡ് ഫൈനൽ എഡിഷൻ 1625 വന്നത്. അതിൽ 58 എസ്സേസ് ഉണ്ടായിരുന്നു. സോ ഇത്രയും ഓർത്തില്ലെങ്കിലും സാരമില്ല, 3 എഡിഷൻസ് ഉണ്ടായിരുന്നു എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എസ്സേകളുടെ ഒരു സ്റ്റൈലിസ്റ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിയണം. ഇദ്ദേഹത്തിനാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് എസ്സേസ് എന്ന് അറിയപ്പെടുന്നത്. നമ്മൾ ഈ പേപ്പറിൽ 1-2 ഫാദേഴ്സിനെ പഠിച്ചിട്ടുണ്ട്. ഫാദർ ഓഫ് ലിറ്ററേച്ചർ, ഫാദർ ഓഫ് പോയിട്രി, ഫാദർ ഓഫ് എസ്സേ, ഫാദർ ഓഫ് മെറ്റഫിസിക്കൽ പോയിട്രി. സോ ഇതെല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കുക. ഏതെങ്കിലും ഒരു ഫാദറിനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. ഇനി ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈൽ ഓഫ് റൈറ്റിങ്ങിനെയാണ് അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്നും അറിയപ്പെട്ടിരുന്നത്. എന്താണ് അഫോറിസ്റ്റിക് സ്റ്റൈൽ എന്ന് നമ്മൾ വഴിയെ പഠിക്കും. നോക്കാം. ബേക്കൺ സ്റ്റൈൽ ഇസ് റിനൗൺഡ് ഫോർ ഇറ്റ്സ് എക്സ്ട്രീം കോൺഷ്യസ്നെസ് ആൻഡ് പവർ, മേക്കിംഗ് എ ഷിഫ്റ്റ് ഫ്രം മോർ ഓർണേറ്റ് പ്രോസ് ഓഫ് ദി 16th century. 16ാം നൂറ്റാണ്ടിൽ എഴുതുമ്പോൾ ഭയങ്കര ഒരു ഓർണമെൻറ്റേഷൻ കൊടുത്തിട്ടുള്ളൊരു ലാംഗ്വേജ് ആയിരുന്നു. ഒരു സെൻറ്റൻസ് പറയണമെങ്കിൽ തന്നെ അതിനകത്ത് ഒരുപാട് മീനിങ്സ് സ്റ്റഫ് ചെയ്താണ് പറയുമായിരുന്നത്. അതിലൊന്നും എല്ലാം ഒരു ഷിഫ്റ്റ് ഇദ്ദേഹം നിർമ്മിച്ചെടുത്തു. അതിൻ്റെ കാര്യം തന്നെ ബ്രെവിറ്റി ആൻഡ് അഫോറിസ്റ്റിക് ക്വാളിറ്റി. ഹിസ് സെൻറ്റൻസസ് ആർ ഓഫൻ ഷോർട്ട്. കുഞ്ഞു സെൻറ്റൻസസ് വെച്ചിട്ട് അദ്ദേഹം എഴുതാൻ തുടങ്ങി. കുഞ്ഞ് സെൻറ്റൻസ് മാത്രമല്ല, അത് ഷാർപ്പായിരുന്നു ആൻഡ് സെൽഫ് കണ്ടെയ്ൻഡ്. ആ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മീനിങ്സ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കാലത്ത് അത് ഫങ്ഷനബിളായിട്ടുള്ള ഒരു മെമ്മറബിൾ അഫോറിസംസ് അല്ലെങ്കിൽ മാക്സിംസ്, പ്രോവേർബ്സ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്ന, ഓഫൻ കോട്ട് ചെയ്യുന്ന സെൻറ്റൻസസ് അദ്ദേഹത്തിൻ്റേതാണ്. അതിൻ്റെ ഒരു ഉദാഹരണ സെൻറ്റൻസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ എസ്സേയിൽ നിന്ന് തന്നെ ഓഫ് സ്റ്റഡീസിലുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നീട് അത് ഡിസ്കസ് ചെയ്യും. Then rhetorical balance. He frequently used balanced sentence structures and parallel constructions to create a rhythm and make his points more forceful. അദ്ദേഹം എപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള സെൻറ്റൻസ് സ്ട്രക്ചറാണ് യൂസ് ചെയ്തത്. ആൻഡ് പാരലൽ കൺസ്ട്രക്ഷൻ. ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വെച്ച് തന്നെ ബാക്കി ബിൽഡിങ് ചെയ്ത് കൊണ്ടുവരും, ഒരു ഫ്ലോ നിലനിർത്തി കൊണ്ടുവരാനായിട്ട്. ദെൻ യൂട്ടിലേറിയൻ ആൻഡ് ഡയറക്റ്റ്. ദി പ്രോസ് ഈസ് സ്ട്രിപ്ഡ് ഓഫ് എക്സസീവ് ഓർണമെൻറ്റേഷൻ. അനാവശ്യമായിട്ടുള്ള ഒരു പദം പോലും അദ്ദേഹം യൂസ് ചെയ്യത്തില്ല. Its primary goal is to convey wisdom and practical advice efficiently, not to entertain with flowery language. ആൾക്കാരിലേക്ക് വിസ്ഡം, കുറച്ച് പുതിയ ചിന്തകൾ എത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു മോട്ടീവ്. അല്ലാണ്ട് ഭയങ്കര പുഷ്പിച്ച ലാംഗ്വേജ് ഒന്നും ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതല്ല. The learned allusions. Despite its consciousness, the style is dense with references to classical history, mythology and the Bible, reflecting his deep learning. സോ അനാവശ്യമായിട്ടുള്ള ഒരു പദം പോലും യൂസ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഓർണമെൻറ്റേഷൻ കൊടുക്കത്തില്ല എന്നൊക്കെ ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, ചില സമയത്ത് നമുക്കത് കുറച്ചൊന്ന് ഒരു വിരസത തോന്നും. ഒരുപാട് അല്യൂഷൻസ് അദ്ദേഹം യൂസ് ചെയ്യും. കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ലോയുമായിട്ട് ബന്ധമുള്ളൊരു കാര്യം, മിത്തോളജി, ഹിസ്റ്ററി എന്നൊക്കെ എടുത്തിട്ട് അതുപോലെ എന്ന് പറഞ്ഞു വയ്ക്കും. അപ്പോൾ വായിക്കുന്നൊരു വ്യക്തിക്ക് ഈ അല്യൂഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ അതെന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഒരു ഡീപ്പ് മീനിങ് കിട്ടണമെങ്കിൽ, ഇപ്പം ബൈബിളിൽ ഒരു ക്യാരക്ടറിൻ്റെ പേര് ഇട്ടേക്കും, ഇയാളുടെ അവസ്ഥ പോലെയായി എൻ്റെ അവസ്ഥ. സോ ബൈബിൾ വായിച്ചിട്ടില്ലാത്തൊരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ എസ്സേക്കകത്ത് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. ദെൻ ലോജിക്കൽ സ്ട്രക്ചർ. ഇറ്റ് ഫോളോസ് ആൻഡ് ഓഫൻ
ക്ലിയർ ലോജിക്കൽ പ്രോഗ്രഷൻ. ഇപ്പോൾ ആദ്യം ഒരു കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ്, പിന്നെ അതിൻ്റെ യൂസ്, പിന്നെ എങ്ങനെയാണ് ആ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരു ലോജിക്കൽ രീതിയിലാണ് അദ്ദേഹം എസ്സേകൾ എഴുതാറുള്ളത്. സോ മേ ബി അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ബാക്കി കീ പബ്ലിക്കേഷൻസ് 3 എഡിഷൻ ഓഫ് എസ്സേസ് ഉണ്ട്. അതിന് പുറമെ അഡ്വാൻസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, നോവം ഓർഗാനം, ദി ന്യൂ അറ്റ്ലാന്റിസ് എന്ന് പറയുന്ന 3 വർക്ക്സും അദ്ദേഹത്തിൻ്റേതാണ്. ഇനി നമ്മുടെ എസ്സേ ഓഫ് സ്റ്റഡീസ്. സോ നമ്മളിപ്പോൾ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുക, വായിച്ച് പഠിക്കുക എന്നുള്ളൊരു മീനിങ് ആണ്. പക്ഷേ സ്റ്റഡി എന്ന് പറയുന്നതിന് വായന എന്നൊരു മീനിങ് നേരത്തെ ഉണ്ടായിരുന്നു. സോ വായന എന്നുള്ളൊരു മീനിങ്ങിൽ വേണം നമ്മളിത് മനസ്സിലാക്കാൻ. ഫ്രാൻസിസ് ബേക്കൺ വായിക്കുന്നതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ളൊരു എസ്സേ ആണിത്. അദ്ദേഹം പറയുന്നത് ദെയർ ആർ 3 പ്രൈമറി പർപ്പസസ് ഓഫ് സ്റ്റഡി. വായിക്കുന്നതിന് 3 പ്രൈമറി പർപ്പസ് ഉണ്ടെന്നാണ് പറയുന്നത്. ആ 3 എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ബേക്കൺ ബിഗിൻസ് ബൈ സ്റ്റേറ്റിംഗ് 3 മെയിൻ റീസൺസ് വൈ പീപ്പിൾ എൻഗേജ് ഇൻ സ്റ്റഡീസ്. സോ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ട് എസ്സേ തുടങ്ങുന്നത്. ഒന്നാമത്തെ റീസൺ ആണ് ഫോർ ഡിലൈറ്റ് ആൻഡ് പ്ലഷർ. This is the private personal joy of reading. We start to relax and enjoy ourselves in solitude. നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ഡിലൈറ്റ്, നമുക്ക് സ്വന്തമായിട്ടൊരു സന്തോഷം കിട്ടാനും പ്ലഷർ കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് വായിക്കുന്നതാണ് ഒരു പ്രൈമറി പർപ്പസ്. ഇനി രണ്ടാമത്തെ പർപ്പസ് എന്ന് പറയുന്നത് ഫോർ ഓർണമെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. വി യൂസ് നോളജ് ഗെയിൻഡ് ഫ്രം സ്റ്റഡീസ് ടു അഡോൺ അവർ കോൺവെർസേഷൻസ് ആൻഡ് മേക്ക് അവർസെൽസ് അപ്പിയർ മോർ അക്കംപ്ലിഷ്ഡ് ആൻഡ് എലക്വൻറ്റ് ഇൻ സൊസൈറ്റി. സോ ഇത് രണ്ടാമത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ മുന്നേ നമുക്കതൊരു ഓർണമെൻ്റാണ്, നമുക്കൊരു ആഭരണം പോലെയാണ് നമ്മളുടെ വായന. വായിച്ച് കിട്ടിയ അറിവ് നമ്മൾ ആൾക്കാരുടെ മുന്നേ ഷോ ഓഫ് ചെയ്യുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ പർപ്പസ്, അല്ലെങ്കിൽ പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ പർപ്പസ് ഇതാണ്. ആൾക്കാരുടെ മുന്നേ അത് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് തോന്നും ഇത് വളരെ പഠിത്തമുള്ളൊരു മനുഷ്യനാണല്ലോ, അല്ലെങ്കിൽ അറിവുള്ളൊരു മനുഷ്യനാണല്ലോ എന്ന് ആൾക്കാരുടെ മുന്നേ കാണിക്കാൻ വേണ്ടിയിട്ടും വായിക്കാം. മൂന്നാമത്തതാണ് ഫോർ എബിലിറ്റി ആൻഡ് ജഡ്ജ്മെൻറ്റ്. ദിസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പർപ്പസ്. മൂന്നാമത്തത് എബിലിറ്റിക്കും ജഡ്ജ്മെൻറ്റിനും വേണ്ടിയിട്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നാണ് ബേക്കൺ പറയുന്നത്. സ്റ്റഡീസ് ഹെൽപ്പ് us develop the capacity to judge and handle business affairs effectively. They improve our practical wisdom and decision making skills. സോ നമ്മൾ മൂന്നാമത് വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എബിലിറ്റി കൂടാനും ജഡ്ജ്മെൻറ്റിങ് കപ്പാസിറ്റി, ഒരു കാര്യം മനസ്സിലാക്കി അതിനൊത്ത് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി കിട്ടാനും വേണ്ടിയിട്ടാണ് വായിക്കുക. ഇതാണ് മൂന്നാമത്തെ ഇത് പറയുന്നത്, മൂന്നാമത്തെ പർപ്പസായിട്ട് പറയുന്നത്. സോ 3 പർപ്പസ്. ആദ്യത്തെ പർപ്പസ് എന്തായിരുന്നു? ഡിലൈറ്റിന് വേണ്ടിയിട്ട്. രണ്ടാമത്തത് ആൾക്കാരുടെ മുന്നേ കാണിക്കുന്ന ഓർണമെൻറ്റിന് വേണ്ടിയിട്ട്. മൂന്നാമത്തതാണ് എബിലിറ്റി ആൻഡ് ജഡ്ജ്മെൻറ്റ്. ഇനി അടുത്ത് അദ്ദേഹം പറയുന്നത് ദ ഡേഞ്ചേഴ്സ് ഓഫ് സ്റ്റഡിങ് ഇൻകറക്റ്റ്ലി. വായിക്കുന്നുണ്ട് പക്ഷേ ഇൻകറക്റ്റായിട്ട് വായിക്കുന്നതിൻ്റെ പ്രശ്നമാണ് അദ്ദേഹം അടുത്ത് പറയാൻ പോകുന്നത്. ബേക്കൺ വാണ്ട്സ് that studying without practical application can be useless or even harmful. He uses metaphor of craftsmen to explain this. So ഓരോ ബുദ്ധി ഉപയോഗിക്കുന്ന ക്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ കാര്യങ്ങൾ സൃഷ്ടിക്കുന്ന ആൾക്കാരുടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. വായിക്കുന്നുണ്ട് പക്ഷെ അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്കറിയില്ല. ഇപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ കൃത്രിമ ശ്വാസം കൊടുക്കാൻ വായിച്ചു, പക്ഷെ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സെൻസ് നമുക്കറിയില്ല, എങ്കിൽ നമ്മൾ ആ വായിക്കുന്നത് കൊണ്ട് ഒരു ഉപയോഗമില്ല. അത്തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. ഇപ്പോൾ പല ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട്. ഒന്ന്, ദി കണ്ണിങ് മാൻ. ദിസ് പേഴ്സൺ യൂസസ് ദർ നോളജ് ഫോർ ട്രിക്കി ഡിസീറ്റ്ഫുൾ schemes rather than for good. They are overly focused on finding loopholes and clever tricks. കണ്ണിങ് ആയിട്ടുള്ള കുറേ മനുഷ്യരുണ്ട്, വായിക്കുന്നതിൽ കണ്ണിങ് ആയിട്ടുള്ളത്. അവരെന്തിനാണ് വായിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ട്രിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചതിക്കാനും വഞ്ചിക്കാനും ഒക്കെയാണ് അവരിരുന്ന് വായിക്കുന്നത്. അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഈ എഴുത്തിൻ്റെ ഇടയിൽ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ക്ലെവറായിട്ട് എങ്ങനെ ട്രിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഓരോ സെൻറ്റൻസിനെ തന്നെ പല രീതിയിൽ വായിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട രീതിയിൽ വായിച്ചെടുത്തിട്ട് എങ്ങനെ മാക്സിമം ആൾക്കാരെ ദ്രോഹിക്കാം എന്നുള്ള മൈൻഡുള്ളവരായിരിക്കും കണ്ണിങ് മനുഷ്യർ. ഇനി അടുത്തൊരു ഗ്രൂപ്പാണ് ദി കണ്ടംപ്ച്വസ് മാൻ. ദിസ് പേഴ്സൺ ബിക്കംസ് അറഗൻറ്റ് ആൻഡ് ലുക്സ് ഡൗൺ ഓൺ അതേഴ്സ് ഫ്രം ദെയർ ഹൈ ഹോഴ്സ് ഓഫ് നോളജ്. ദേ യൂസ് ലേണിംഗ് ടു ഫീൽ സുപ്പീരിയർ, നോട്ട് ടു ബി യൂസ്ഫുൾ. രണ്ടാമത്തെ ടൈപ്പാണ് ഈ കണ്ടംപ്ച്വസ് ആയിട്ടുള്ള മനുഷ്യർ. ഇവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര അറഗൻ്റാണ്, ഞാൻ ഒരുപാട് വായിച്ചിട്ടുള്ള മനുഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളൊക്കെക്കാളും അറിവുണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാരുടെ മുന്നിൽ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കാണിക്കുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ ടൈപ്പ്. ദെൻ മൂന്നാമത്തെ ടൈപ്പ് ദി സിമ്പിൾ മാൻ. ദിസ് ഈസ് ദ ബുക്ക് വാം ഹു അക്സെപ്റ്റ്സ് എവറിത്തിങ് ദേ റീഡ് അറ്റ് ഫേസ് വാല്യൂ വിത്തൗട്ട് ക്വസ്റ്റനിങ് ഇറ്റ് ഓർ അപ്ലൈയിങ് ഇറ്റ് ടു ദി റിയൽ വേൾഡ്. ദ ലാക്ക് പ്രാക്ടിക്കൽ സെൻസ് ആൻഡ് കോമൺ വിസ്ഡം.
ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വായിക്കുന്നത് മാത്രമാണ് നല്ലത്, അല്ലെങ്കിൽ വായിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് സത്യം എന്ന് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ലോകം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു അറിവേ ഇവർക്ക് ഉണ്ടാവില്ല. ഇവർക്ക് ബുക്കിഷ് നോളജ് മാത്രമാണുള്ളത്. ബുക്കിഷ് നോളജാണ് ഏറ്റവും വലുതെന്ന് കരുതി ജീവിക്കുന്ന ആൾക്കാരുമാണ് ഇവർ. സോ അങ്ങനെ 3 ടൈപ്പ് ആൾക്കാരെ പറയുന്നുണ്ട്. ദെൻ ഹൗ ടു മേക്ക് നോളജ് യൂസ്ഫുൾ. ഇതാണ് അദ്ദേഹത്തിൻ്റെ എസ്സേയുടെ സെൻട്രൽ ഐഡിയ. അദ്ദേഹം പറയുന്ന കാര്യം, നോളജ് ഈസ് നോട്ട് പവർ അൺടിൽ ഇറ്റ് ഈസ് അപ്ലൈഡ്. അറിവുണ്ടായിട്ട് മാത്രം കാര്യമില്ല, അറിവ് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് പവർ, അതിൽ നിന്നൊരു ശക്തി കിട്ടുക. സ്റ്റഡീസ് ദംസെൽവ്സ് ആർ നോട്ട് ദി ഗോൾ, ദേ ആർ ലൈക്ക് റോ മെറ്റീരിയൽ. ഇനി അദ്ദേഹം പറയുന്നത്, വായന എന്ന് പറയുന്നത് നമ്മുടെ ഗോളല്ല, ഇത് വായിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഗോൾ, അത് നമ്മുടെ റോ മെറ്റീരിയലാണ്. നമ്മുടെ ഗോൾ വേറെയാണ്. നമ്മുടെ ഗോൾ എന്താണ്? നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇനി അദ്ദേഹം പറയുന്നത്, എക്സ്പീരിയൻസ് ഈസ് ദി എസെൻഷ്യൽ ടീച്ചർ. ഏറ്റവും വേണ്ടപ്പെട്ട ടീച്ചർ അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഗുരു എന്ന് പറയുന്നത് എക്സ്പീരിയൻസ് ആണ്. യു മസ്റ്റ് ടെസ്റ്റ് ആൻഡ് റിഫൈൻ യുവർ ബുക്ക് നോളജ് ത്രൂ റിയൽ വേൾഡ് എക്സ്പീരിയൻസ്. വായിച്ച ഒരു കാര്യം റിയൽ വേൾഡിൽ നമ്മളത് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് അതെന്താവുന്നത്, അത് കംപ്ലീറ്റ് ആവുന്നത്. ദെൻ ക്രാഫ്റ്റി മെൻ കണ്ടം സ്റ്റഡീസ്. അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യമാണ്, ക്രാഫ്റ്റി മെന്നായിട്ടുള്ള കുറച്ച് ബുദ്ധി കൂടിയ മനുഷ്യർ എന്ത് ചെയ്യുമായിരുന്നു, അവർ കണ്ടം ചെയ്യും സ്റ്റഡീസിനെ. Make a note that practical street smart people often look down on studying as useless theory. ഇനി കുറച്ച് ക്രാഫ്റ്റി ആയിട്ടുള്ള സ്ട്രീറ്റ് സ്മാർട്ട് അല്ലെങ്കിൽ ജീവിക്കാൻ പഠിച്ച മനുഷ്യർ എന്ന് പറയുന്നൊരു ടീമുണ്ട്. അവർക്ക് ഈ വായിക്കുന്നവരവിടൊക്കെ പുച്ഛമാണ്. അവരുടെ ഒരു മൈൻഡിൽ വായിക്കേണ്ട കാര്യമില്ല, കണ്ടതുപോലെ ചെയ്യാൻ പഠിക്കുക, ആ ഒരു നോളജ് അതാണ് മെയിനായിട്ട് വേണ്ടതെന്ന് കരുതുന്നവരാണ് ഇവർ. ദെൻ സിമ്പിൾ മെൻ അഡ്മയർ ദം. നെയിം പീപ്പിൾ ആർ നോ ഓഫ് ബുക്ക് ലേണിംഗ് ആൻഡ് തിങ്ക് ഇറ്റ്സ് മാജിക്. വേറൊരു ഗ്രൂപ്പ് ആൾക്കാരുണ്ട്, അവർ സ്വന്തമായിട്ട് വായിക്കുന്ന മനുഷ്യരല്ല, പക്ഷെ ബുക്ക് വായിക്കുന്ന ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭയങ്കര ബഹുമാനമാണ്. അവർ ചെയ്യുന്നത് എന്തൊരു വലിയ കാര്യമാണ്. റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാജിക് ആണെന്ന് കരുതുന്ന ആൾക്കാരുണ്ട്. ദെൻ വൈസ് മെൻ യൂസ് ദം. ദി ട്രൂലി വൈസ് പേഴ്സൺ ഈസ് വൺ ഹൂ യൂസസ് സ്റ്റഡീസ് ആസ് എ ടൂൾ കമ്പൈനിങ് ദം വിത്ത് ദെയർ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് നേച്ചുറൽ എബിലിറ്റീസ്. ഇനി ശരിക്കും ബുദ്ധിയുള്ള മനുഷ്യർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വായിച്ച കാര്യത്തിലോട്ട് ലൈഫിലോട്ട് അവർ ഈ വായിച്ച കാര്യത്തിന് അവർ ഇംപ്ലൈ ചെയ്യും, അതിലോട്ട് കൊണ്ടുവന്നിട്ട് ഡയറക്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസും നാച്ചുറൽ എബിലിറ്റിയും അവരെ ബിൽഡ് ചെയ്യും. ഒക്കെ അവർ രണ്ടിനെയും കമ്പൈൻ ചെയ്യും. വായനയുണ്ട് അവർക്ക്, എന്നാൽ ലോകം കാണുന്നവരുമാണ് അവർ. രണ്ടും കൂടി തിയറിയും പ്രാക്ടിക്കലിനെയും ചെയ്യുന്നവരാണ് അവർ. ഇനി ഈ എസ്സേയുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ബേക്കൺ നമ്മളിത് പറഞ്ഞു തരുവാണ് എങ്ങനെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബുക്ക് നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ്. അതിൽ ആദ്യത്തെ സെറ്റ് ഓഫ് ബുക്സ് എന്ന് പറയുന്നത്, സം ബുക്സ് ആർ ടു ബി ടേസ്റ്റഡ്, റീഡ് ഒൺലി പാർട്ട് ഓഫ് ദം ഓർ ഗെറ്റ് ദി ജനറൽ ജസ്റ്റ്. എക്സാമ്പിൾ എ ലൈറ്റ് നോവൽ ഓർ എ ന്യൂസ് ആർട്ടിക്കിൾ. അദ്ദേഹം പറഞ്ഞ ചില ബുക്സ് നമ്മൾ വായിക്കുന്ന ചില ബുക്സ് അതിൻ്റെ ടേസ്റ്റ് കിട്ടിയാൽ മാത്രം മതി. ഫുള്ളിരുന്ന് ഭയങ്കര ശ്രദ്ധയോടുകൂടി വായിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിൻ്റെ കുറച്ച് പാർട്സ് വായിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ജിസ്റ്റ്, അതായത് ഒരു ജനറൽ സമ്മറി കിട്ടിക്കഴിഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു ചെറിയൊരു നോവലിൻ്റെ സമ്മറി കിട്ടുന്ന പോലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ആർട്ടിക്കിൾ വായിക്കുന്ന പോലെ, അത്രയും ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാണ്ട് അതിനെ നമ്മൾ മുഴുവനായിട്ടും അത് വായിക്കേണ്ട കാര്യമില്ല. അടുത്ത രണ്ടാമത്തെ സെറ്റ് എങ്ങനെയാണ്, സം ആർ ടു ബി സ്വാലോഡ്, റീഡ് ദം വൺസ് ക്വിക്ക്ലി ഫ്രം ബിഗിനിങ് ടു എൻഡ്. ചില നമ്മൾ എന്ത് ചെയ്യണം, വിഴുങ്ങണം, അതായത് സ്വാലോ ചെയ്യുക. ഒരിക്കൽ വായിക്കുക, ക്വിക്ക്ലി വായിക്കുക, ഇരുന്ന് പതിയെ സമയമെടുത്ത് വായിക്കേണ്ട കാര്യമില്ല, മുഴുവനായിട്ടൊന്ന് വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാം. ഒരു സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടുള്ള ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ചെറുകഥയൊക്കെ ആണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് വായിച്ചു തീർക്കാൻ പറ്റും. മൂന്നാമത്തേതാണ്, സം ആർ ടു ബി ചൂഡ് ആൻഡ് ഡൈജസ്റ്റഡ്, റീഡ് ദീസ് ഫ്യൂ ബുക്സ് സ്ലോലി, കെയർഫുള്ളി ആൻഡ് വിത്ത് ഫുൾ അറ്റൻഷൻ. ഇനി അടുത്തതാണ്, ചില നമ്മൾ എന്ത് ചെയ്യണം, ചവയ്ക്കുകയും വേണം, ചവച്ചുകൊണ്ട് നമ്മളതിനെ ഡൈജസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ, നല്ലപോലെ ചവച്ചിറക്കി അതിനെ ഡൈജസ്റ്റ് ചെയ്യണം. റീഡ് ദീസ് ഫ്യൂ ബുക്സ് സ്ലോലി, കെയർഫുള്ളി ആൻഡ് വിത്ത് ഫുൾ അറ്റൻഷൻ. വളരെ പതുക്കെ വായിക്കണം, വളരെ ശ്രദ്ധയോടെ വായിക്കണം, നമ്മുടെ ഫുൾ കോൺസെൻട്രേഷനും നമ്മൾ അതിന് വേണ്ടി കൊടുക്കണം. യു മസ്റ്റ് തിങ്ക് ഡീപ്ലി അബൌട്ട് ദം, അണ്ടർസ്റ്റാൻഡ് ദം കംപ്ലീറ്റ്ലി ആൻഡ് മേക്ക് ദം എ പാർട്ട് ഓഫ് യു. ചിലത് വായിച്ച് അതിനെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി നമ്മളെ ഒരു ഭാഗമായിട്ട്, നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ബുക്സിനെ നമ്മൾ മാറ്റേണ്ടി വരും. അതിൻ്റെ ഉദാഹരണമാണ് ഗ്രേറ്റ് വർക്ക് ഓഫ് ഫിലോസഫി, സയൻസ് ഓർ ലിറ്ററേച്ചർ. ഫിലോസഫിയിൽ ഏതെങ്കിലും ഒരു തത്വശാസ്ത്രപരമായൊരു വർക്കോ അല്ലെങ്കിൽ സയൻസിൻ്റെ എന്തെങ്കിലും ഒരു വർക്കോ ലിറ്ററേച്ചറിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വർക്ക്, അങ്ങനെ വേണം നമ്മളതിനെ പഠിച്ചെടുക്കാനായിട്ട്.
Be strategic with your reading time. Skim some books, read the others normally, but find the truly great ones and study them deeply. സോ അദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ, 3 രീതിയിൽ. ഒന്ന്, സ്കിം ചെയ്യുക, വളരെ പെട്ടെന്ന് അതിൻ്റെ ഒരു മെയിൻ അർത്ഥം കിട്ടാൻ വേണ്ടി മാത്രം വായിക്കുന്നത്. ചിലത് വളരെ പെട്ടെന്ന് നോർമലി അങ്ങ് വായിച്ച് തീർക്കുക. പക്ഷേ ട്രൂലി ഗ്രേറ്റ് വൺസ്, ഏറ്റവും നമ്മുടെ ശ്രദ്ധ അർഹിക്കുന്ന ബുക്സിനെ വളരെ നന്നായിട്ട് വായിച്ച് ഡീപ്ലി നമ്മുടെ ഉള്ളിലേക്ക് അതിനെ എടുക്കുക. മുന്നേയായിട്ട് അദ്ദേഹം ശരീരത്തിലുണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളും അതിനുള്ള കുറച്ച് എക്സസൈസസും പറയുന്നുണ്ട്. അതിലാണ് ഡിസീസ്, സ്റ്റോൺ ആൻഡ് റെയിൻസ്, അഥവാ കിഡ്നിക്കും കിഡ്നിയുടെ അടുത്തുള്ള ബ്ലാഡറിന് എന്തെങ്കിലും ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ, കിഡ്നി സ്റ്റോൺ പോലത്തെ എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ ബൗളിങ് അവർക്ക് നല്ലതാണെന്ന് പണ്ട് കാലത്ത് പറയുമായിരുന്നു. അതുപോലെ ലങ്സിനും ബ്രസ്റ്റിനും നമ്മുടെ നെഞ്ചിനൊക്കെ എന്തെങ്കിലും പ്രശ്നമോ ശ്വാസകോശത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഷൂട്ടിങ് നല്ലതാണെന്ന് അതിൽ പറയുന്നുണ്ട്. ഇനി വയറിന്, ഡൈജഷൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ജെൻറ്റിൽ വാക്കിംഗ് നല്ലതാണ്. ഹെഡിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ, തലവേദന, അങ്ങനത്തെ കാര്യങ്ങൾക്ക് റൈഡിങ് നല്ലതാണെന്നും പറയുന്നുണ്ട്. ഇനി മെഡിസിൻ ഫോർ ഡിഫറെൻറ്റ് മെൻ്റൽ എയിൽമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തെങ്കിലും ഡിസീസസിനെയാണ്. അപ്പോൾ അടുത്ത് ബേക്കൻ പറയുന്നത് നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾക്ക്, ശരീരത്തിനും മനസ്സിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കുള്ളൊരു മരുന്നായിട്ട് വായനയെ പറയുവാണ്. Bacon prescribes specific types of study as a cure for weaknesses of the mind, much like a doctor prescribes medicine for an illness. ഒരു ഡോക്ടർ നമ്മുടെ ഏതെങ്കിലും ഒരു അസുഖത്തിന് ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെയാണ്. ഇപ്പോൾ നമ്മൾ തന്നെ പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കുന്ന പോലെ ബേക്കൺ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിനുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന് ബുക്ക് വായിക്കാനാണ് നമ്മളോട് പറയുന്നത്. അത് ആദ്യം രോഗവും പിന്നീടാണ് അതിന് വായിക്കേണ്ട ബുക്ക് ഏതാണ് അല്ലെങ്കിൽ പഠിക്കേണ്ട ബുക്ക് ഏതാണെന്ന് രണ്ടാമതാണ് പറയുന്നത്. ഇഫ് യുവർ മൈൻഡ് വാണ്ടേഴ്സ്, study mathematics. Its logical step-by-step nature will force your mind to focus. സോ നമുക്ക് പരീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നമ്മുടെ മനസ്സ് ഭയങ്കര ചഞ്ചലപ്പെട്ടിരിക്കുകയാണ്, വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വി ഷുഡ് സ്റ്റഡി മാത്തമെറ്റിക്സ്. ഏതെങ്കിലും ഒരു ചെറിയ കണക്ക് എടുത്ത് വെച്ച് നോക്കുക. ബിക്കോസ് കണക്ക് എങ്ങനെയാണ്? ലോജിക്കലാണ്. നമ്മൾ ലോജിക്കലി വളരെ ശ്രദ്ധയോടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്ത് വന്നാൽ കണക്കിൻ്റെ ആൻസർ കൃത്യമായിട്ട് കിട്ടും. സോ അങ്ങനെ നമ്മുടെ പോയിരിക്കുന്ന ഫോക്കസ് നമുക്ക് കണക്ക് ചെയ്യുന്ന സമയത്തേക്ക് ആ ഒരു ഫോക്കസിനെ തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് വാണ്ടറിങ് ആണ്. അതിൻ്റെ പരിഹാരം മാത്തമെറ്റിക്സ് ആയിരുന്നു. ഇഫ് യു ലാക്ക് ദി എബിലിറ്റി ടു അനലൈസ്, സോ വൺ ടു ഡിഫറൻസ്, നമുക്ക് അനലൈസ് ചെയ്യുക, ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ എന്ത് പഠിക്കണം? സ്റ്റഡി ദി സ്കോളാസ്റ്റിക് ഫിലോസഫേഴ്സ്, സിമിനി സെക്ടേഴ്സ്, ദ തിങ്കേഴ്സ് ഓഫ് ദി മിഡിൽ ഏജസ്. ആ ഒരു പേര് നോക്കി വെച്ചേക്കുക, സിമിനി സെക്ടേഴ്സ്. അവരെയാണ് ഹെയർ സ്പ്ലിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് മുടിനാരിഴ കീറി പരിശോധിച്ച് കാര്യം കണ്ടുപിടിക്കുന്നവരാണ് അവർ. അവരുടെ ഒരു ഫിലോസഫേഴ്സ് ആയിരുന്നു, സ്കോളാസ്റ്റിക് ഫിലോസഫേഴ്സ് ആയിരുന്നു. Their complex debates will sharpen your skill in making fine distinctions. അവരുടെ വാദങ്ങൾ, ഒരു കാര്യത്തിനെ അവരവരുടെ ഫോറും എഗെയിൻസ്റ്റും ഒക്കെ എങ്ങനെയാണ് സംസാരിക്കുന്നത്, എന്നിട്ട് എങ്ങനെയാണ് സ്വന്തം അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്, അതിനെങ്ങനെയാണ് അവർ ഡിബേറ്റ് ചെയ്ത് സ്വന്തം വശം വിജയിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കില്ല് കുറച്ചുകൂടി ഷാർപ്പനായിട്ട് ഡിസ്റ്റിങ്ഷൻസ്, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം, എന്നിട്ട് അത് വെച്ചിട്ട് എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് സിമിനി സെക്ടേഴ്സിൻ്റെ. അതിൻ്റെ ഇപ്പോഴത്തെ ഒരു ഇക്വലൻ്റായിട്ട് പറയുന്ന വേർഡാണ് ഹെയർ സ്പ്ലിറ്റേഴ്സ്. ഒരു മുടീനെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം കണ്ടുപിടിച്ചിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരാണ് അവർ. അപ്പം നമുക്കൊരു കാര്യത്തിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സിമിനി സെക്ടേഴ്സിൻ്റെ വർക്ക്സ് വായിച്ചാൽ മതി. If you are not good at seeing connections or want of proof, study law and court cases. Seeing how lawyers use evidence to build a case will teach you how to prove your points. ഇനി നമുക്ക് ഒന്നിൻ്റെ കണക്ഷൻസ്, പരസ്പരമുള്ള കണക്ഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അഥവാ നമുക്ക് പ്രൂഫ് വേണം എന്നാണെങ്കിൽ നമ്മൾ എന്താ വായിക്കേണ്ടത്? സ്റ്റഡി ലോ ആൻഡ് കോർട്ട് കേസസ്. ലോ പഠിക്കുക, അല്ലെങ്കിൽ കോർട്ടിലെ കേസസ് പഠിക്കുക, നിയമം പഠിക്കുക, വാദിച്ച് കഴിഞ്ഞിട്ടുള്ള ഏതെങ്കിലുമൊക്കെ കേസസ് എടുത്ത് വെച്ചിട്ട് വായിക്കുക. എന്നിട്ട് എങ്ങനെയാണ് ലോയേഴ്സ് എവിഡൻസ് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ സ്വന്തം പോയിൻ്റ് പ്രൂവ് ചെയ്യാനുള്ള കഴിവ് ഓട്ടോമാറ്റിക്കലി വരും. ഇനി റീഡിങ്ങിൻ്റെ അൾട്ടിമേറ്റ് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, Bacon concludes by summarizing the overall effect of proper study on a person's character and abilities. ഒരു മനുഷ്യൻ്റെ ക്യാരക്ടറിനും എബിലിറ്റികൾക്കും നമ്മുടെ കഴിവുകൾക്കുള്ള ഒരു ഓവറോൾ എഫക്റ്റ് കിട്ടുന്നത് വായനയിലൂടെയാണ്. അതിന് അദ്ദേഹം പറയുന്ന ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ലൈനുണ്ട്, ഹിസ്റ്ററീസ് മേക്ക് മെൻ വൈസ്. സോ റീഡിങ് ഹിസ്റ്ററി ഗീവ്സ് യു വിസ്ഡം ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ്.
ചരിത്രം വായിക്കുന്ന ആൾക്കാർ ബുദ്ധിമാന്മാരാവും. അതായത് ഹിസ്റ്ററി വായിക്കുന്നതിലോടുകൂടി ചരിത്രത്തിൽ നടന്ന കാര്യം വായിച്ച് പണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടാണ് പണ്ടത്തെ രാജാക്കന്മാരാവട്ടെ ചക്രവർത്തിമാരാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ബുദ്ധിയുള്ള മനുഷ്യർ എങ്ങനെയാണ് ഓരോ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് വന്നത് എന്ന് ഹിസ്റ്ററി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദെൻ പോയറ്റ്സ് വിറ്റി. പോയറ്റ്സിനെ വായിച്ചു കഴിഞ്ഞാൽ അഥവാ കവിതകൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് വിറ്റ് നൽകും. വിറ്റ് എന്ന് പറയുമ്പോൾ ഇൻ്റലിജൻസ് ആണ്. റീഡിങ് പോയട്രി മേക്സ് യു ഇമാജിനേറ്റീവ് ആൻഡ് ക്രിയേറ്റീവ് വിത്ത് ലാംഗ്വേജ്. ഒരുപാട് ഫിക്ഷണലായിട്ട് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇമാജിൻ ചെയ്ത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാമെന്നും ലാംഗ്വേജിലൂടെ എങ്ങനെ ക്രിയേറ്റീവ് ആകാമെന്നും പോയട്രി വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ദെൻ മാത്തമാറ്റിക്സ് സട്ടിൽ. സ്റ്റഡിങ് മാത്ത് മേക്സ് യു ഷാർപ്പ് ആൻഡ് പ്രിസൈസ്. കണക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സട്ടിലാവും, അതായത് കുറേ കൂടി ഷാർപ്പാവും, പ്രിസൈസ് ആവും. ഒരു കാര്യം എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഷാർപ്പായിട്ട് ഒരു കാര്യം എങ്ങനെ ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ നേച്ചുറൽ ഫിലോസഫി ഡീപ്പ്. തത്വശാസ്ത്രം എടുത്ത് വെച്ച് വായിച്ചു കഴിഞ്ഞാൽ സ്റ്റഡിങ് സയൻസ് ലൈക്ക് ഫിസിക്സ് ഓർ ബയോളജി ഗിവ്സ് യു എ ഡീപ്പ് നാച്ചുറൽ ഫിലോസഫി ഡീപ്പ്. സ്റ്റഡിങ് സയൻസ് ലൈക്ക് ഫിസിക്സ് ഓർ ബയോളജി ഗിവ്സ് യു എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി വേൾഡ്. സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലോകത്തിനെ പറ്റി തന്നെ കുറച്ചും കൂടി ഒരു ആഴത്തിലുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ അറിവ് കിട്ടും. ദെൻ മോറൽ ഗ്രേവ്. മോറൽ സയൻസ് പഠിക്കുന്നപ്പോൾ നന്മ ചെയ്യുന്നതിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്റ്റഡിങ് എത്തിക്സ് ആൻഡ് ഫിലോസഫി മേക്ക് യു സീരിയസ് ആൻഡ് പ്രിൻസിപ്പിൾഡ്. നമുക്ക് ലൈഫിൽ കുറേ എത്തിക്സ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് തത്വങ്ങൾ കിട്ടും. അതിലൂടെ തന്നെ നമ്മൾ സീരിയസ് ആയിട്ടുള്ള മനുഷ്യരായിട്ട് മാറും. കുറച്ചും കൂടി ജീവിതത്തിനെ ഒരു വേറെ പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് നോക്കിക്കാണാൻ നമുക്ക് സാധിക്കും. കുറേ പ്രിൻസിപ്പിൾസ്, കുറേ പല അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കാനായിട്ട് തുടങ്ങും. ലോജിക് ആൻഡ് റെറ്ററിക് ഏബിൾ ടു കണ്ടക്ട്. സ്റ്റഡിങ് ഡിബേറ്റ് ആൻഡ് പെർsuasion മേക്സ് യു സ്കിൽഡ് ഇൻ ആർഗ്യുമെൻറ്റ്. ലോജിക് ആവട്ടെ റെറ്ററിക്, ഒരാളിനെ സംസാരിച്ച് വീഴ്ത്താനുള്ള കഴിവാണ് റെറ്ററിക്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡിബേറ്റ് നടത്താൻ, തർക്കിക്കാൻ, തർക്കശാസ്ത്രം നമ്മൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോയിൻ്റ് മറ്റൊരാളുടെ അടുത്ത് പറഞ്ഞ് അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് സാധിക്കും. എൻറ്റയർ എസ്സേയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈനാണിത്. റീഡിങ് മേക്കത്ത് എ ഫുൾ മാൻ, കോൺഫറൻസ് എ റെഡി മാൻ ആൻഡ് റൈറ്റിംഗ് ആൻ എക്സാക്റ്റ് മാൻ. ഇത് എസ്സേ ഫുള്ള് സമ്മറൈസ് ചെയ്ത് നമുക്ക് തരുവാണ്. ഇതിലെന്താണ് റീഡിങ് മേക്കത്ത് എ ഫുൾ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ reading fills the mind with knowledge, facts and ideas. It provides the raw material for wisdom and broadens one's perspective, making a person knowledgeable or full of information. So reading maketh a full man എന്ന് പറയുന്നത് വായനയിലോടുകൂടി നമുക്ക് കുറേ കാര്യങ്ങൾ മുഴുവനായിട്ട് കിട്ടുകയാണ്. കുറേ റോ മെറ്റീരിയൽസാണ്. വിസ്ഡം ആവട്ടെ, നോളജ്, അറിവ്, ഫാക്റ്റുകൾ കിട്ടുന്നു, പുതിയ പുതിയ ഐഡിയകൾ കിട്ടുന്നു. ഇതെല്ലാം നമുക്കൊരു നോളജ് തരുന്നുണ്ട്, ഒരു കോംപ്രിഹെൻഷൻ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനുള്ളൊരു കപ്പാസിറ്റി റീഡിങ് നമുക്ക് തരുന്നുണ്ട്. അടുത്ത് വരുന്നതാണ് കോൺഫറൻസ് എ റെഡി മാൻ. കോൺഫറൻസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കഷന് നമ്മൾ പങ്കെടുക്കുന്നതാണ്. എൻഗേജിങ് ഇൻ ഡയലോഗ് ട്രെയിൻസ് എ പേഴ്സൺ ടു തിങ്ക് ക്വിക്ക്ലി, റെസ്പോണ്ട് ഇമ്മീഡിയറ്റ്ലി ആൻഡ് യൂസ് ദെയർ നോളജ് എഫക്റ്റീവ്ലി ഇൻ റിയൽ ടൈം. ഇറ്റ് ഷാർപ്പൻസ് വൺസ് വിറ്റ് ആൻഡ് പ്രസൻസ് ഓഫ് മൈൻഡ്, മേക്കിംഗ് ദം റെഡി ടു എൻഗേജ് ആൻഡ് ഡിബേറ്റ്. കോൺഫറൻസ് അഥവാ നമ്മൾ സംസാരിക്കുക, ആൾക്കാരുടെ കൂടെ ഇരുന്ന് സംവദിക്കുന്നതാണ്. എത്രയും പെട്ടെന്ന് നമ്മൾ സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ്സ് പറയണം എന്നുണ്ടെങ്കിൽ വേഗം ചിന്തിക്കാൻ പറ്റണം. അപ്പോൾ സംസാരിക്കുന്നതിലൂടെയാണ് വായിച്ച കാര്യങ്ങൾ എപ്പോൾ യൂസ് ചെയ്യണം, എങ്ങനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമ്മുടെ അറിവ് റിയൽ ടൈമിൽ യഥാർത്ഥ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുക എങ്ങനെയാണെന്നുള്ളത് കോൺഫറൻസിലൂടെയാണ് നമുക്ക് മനസ്സിലാവുക. ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധി ഇൻ്റലിജൻസ് കൂടുന്നുണ്ട്. ക്വിക്ക് തിങ്കിങ്, വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ലിങ്ക് ചെയ്തെടുത്തിട്ട് എവിടെ എന്ത് പറയണം എന്നുള്ളൊരു ബോധ്യം വരിക. പിന്നെ ആപ്ലിക്കേഷൻ, എവിടെ ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ വായിച്ച കാര്യങ്ങൾ ഉപയോഗിക്കേണ്ടത് എന്നൊരു ബോധ്യവും നമുക്ക് കിട്ടും. ഇനി ആ സെൻറ്റൻസിൻ്റെ തന്നെ ലാസ്റ്റ് പാർട്ടാണ് റൈറ്റിംഗ് ആൻ എക്സാക്റ്റ് മാൻ. റൈറ്റിംഗ് റിക്വയർസ് പ്രിസിഷൻ, ഓർഗനൈസേഷൻ ആൻഡ് കെയർഫുൾ തോട്ട്. ഇനി എഴുതുക എന്ന് പറയുന്നത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രിസിഷൻ വേണം, ഒരു കൃത്യമായിട്ടുള്ളൊരു കൃത്യത അതിന് വേണം. ഓർഗനൈസ് ചെയ്ത് വേണം നമ്മൾ എഴുതാൻ, കെയർഫുള്ളായിട്ട്. ഒരു വ്യക്തിയുടെ ഒരു ജീവിതകഥ എഴുതുകയാണെങ്കിൽ ആദ്യം ജനിച്ചത് എന്നാണെന്നാണ് തുടങ്ങേണ്ടത്. സോ അങ്ങനൊരു ഓർഗനൈസേഷൻ നമ്മൾ എഴുത്തിനകത്ത് കൊണ്ടുവരണം, ഒരു ഫ്ലോ ഉണ്ടാവും. ദി പ്രോസസ് ഓഫ് കമ്മിറ്റിംഗ് ഐഡിയാസ് ടു പേപ്പർ ഫോഴ്സസ് വൺ ടു സ്ട്രക്ചർ ദർ ആർഗ്യുമെൻറ്റ്സ് ലോജിക്കലി, ചൂസ് വേർഡ്സ് ആക്യുറേറ്റ്ലി ആൻഡ് പേ അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ദിസ് റിഗേഴ്സ് എലിമിനേറ്റ്സ് മെൻ്റൽ സ്ലോപ്പിനെസ്, മേക്കിംഗ് എ പേഴ്സൺ എക്സാക്റ്റ് ഇൻ ദെയർ തിങ്കിങ് ആൻഡ് എക്സ്പ്രഷൻ. നമ്മൾ വായിച്ച കാര്യങ്ങളെല്ലാം
നമുക്ക് മറ്റൊരാളുടെ അടുത്ത് പറയാൻ പറ്റില്ല. നമുക്കൊരാളുടെ അടുത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതി വെക്കാനും പറ്റില്ല. സോ എക്സാക്റ്റ് ആയിട്ടുള്ള എന്താണ് ആവശ്യമായ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ എഴുതി വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവില്ല എന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ എഴുതി വെക്കുന്നത്. സോ എഴുത്തെന്ന് പറയുന്നത് മെൻ്റൽ സ്ലോപ്പിനെസ്സിനെ കളയും. ശ്രദ്ധയില്ലാണ്ടിരിക്കുക. ഈ ശ്രദ്ധയില്ലായ്മയൊക്കെ മാറ്റാൻ എഴുത്ത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹൗസ് സ്റ്റഡീസ് എന്ന് പറയുന്ന എസ്സേയുടെ ഉള്ളിൽ വരുന്നത്. ഇനി ആക്യുറസി, പ്രിസിഷൻ, ഓർഗനൈസേഷൻ, ഇത് മൂന്നാണ് റൈറ്റിങ്ങിലൂടെ നമുക്ക് കിട്ടുന്ന എഫക്ട്സ്. എസ്സേ ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക സമയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഒന്നും കൂടി കേട്ട് കൃത്യമായിട്ട് എന്തൊക്കെയാണ് എവിടേക്കാണ് വരുന്നത് എന്നുള്ള കാര്യം നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ഒരു എസ്സേയാണ്. പറയുന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം കാര്യമുണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.